എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു സ്പൈസി ആയിട്ടുള്ളൊരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് റെസ്റ്റോറൻറ്റിലൊന്നും പോയി കഴിക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ പാക്കറ്റ് നൂഡിൽസ് വാങ്ങിച്ചിട്ട് അത് വെച്ചിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്ക് റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് സ്പൈസി ആയിട്ടുള്ള നൂഡിൽസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ നൂഡിൽസ് ഒരു 3 പാക്കറ്റ് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ചധികം വെള്ളത്തിൽ കുറച്ച് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു. അതിന് ശേഷം ഇതിനകത്ത് വെള്ളം കംപ്ലീറ്റ് ഊറ്റിക്കളഞ്ഞിട്ട് നന്നായിട്ട് തണുത്ത വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുത്തു. അതിന് ശേഷം അതിൻ്റെ മേലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല, നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് നേരത്തെ തയ്യാറാക്കി വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. അതാകുമ്പോൾ എല്ലാവരും തനിയെ വിട്ട് നമുക്ക് കിട്ടും. നമ്മൾ പെട്ടെന്ന് തന്നെ അത് ക്വിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചിലപ്പോൾ അത് ഒട്ടിപ്പിടിച്ചൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം മുന്നേ നമ്മളത് റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കൈ വെച്ചിട്ട് തന്നെ ചൂടാറിയ ശേഷം നന്നായിട്ടൊന്ന് വിട്ട് ഇടിക്കുക. അപ്പോൾ നമുക്ക് ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല ഈസി ആയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അല്ല അതേപോലെ കട്ട കുത്തിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചൂടാറിയ ശേഷം കൈ വെച്ചിട്ട് ഒന്ന് വിടർത്തി എടുക്കുക. അപ്പോൾ ഇത് ഞാനിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നൂഡിൽസ് വേവിച്ചെടുക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് സെപ്പറേറ്റ് വീഡിയോ എടുക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ അത് വേവിച്ചതിന് ശേഷം അതിനകത്ത് വെള്ളം ഊറ്റിക്കളയുക. എന്നിട്ട് തണുത്ത വെള്ളത്തിൽ ഇതൊന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് വെള്ളം നന്നായിട്ട് പോകാനായിട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തൂക്കി വയ്ക്കുക. അപ്പോൾ അതേപോലെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നൂഡിൽസ് തയ്യാറാക്കി തുടങ്ങാം. അതിന് വേണ്ടി സ്റ്റൗ ഓൺ ചെയ്തൊരു വലിയ പാൻ തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ എളുപ്പത്തിന് കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള പാൻ എടുക്കുക. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 4 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ സവാള നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 20ഓളം ബീൻസ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ് ഇതേപോലെ നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം വളരെ നൈസായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അധികം സമയമൊന്നും ഇത് വഴറ്റേണ്ട ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കനം കുറച്ച് അരിഞ്ഞത് കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കുന്നില്ല, കാരണം നമ്മൾ മാഗി മേടിക്കുമ്പോൾ അതിനകത്തൊരു പാക്കറ്റ് ഉണ്ടാവില്ല, അപ്പോൾ അതിനകത്ത് ഓൾറെഡി ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിനകത്തേക്ക് എക്സ്ട്രാ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഉപ്പ്. അപ്പോൾ അതൊന്നൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് വല്ലാതെ അങ്ങോട്ട് വഴന്ന് പോകണ്ട, ചെറിയൊരു റോ ടേസ്റ്റിൽ വേണം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാൻ കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ 3 പാക്കറ്റ് നൂഡിൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് 3 പാക്കറ്റ് മസാല പാക്കറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കിട്ടുന്ന നൂഡിൽസിൽ ചില്ലി പൗഡർ സെപ്പറേറ്റും അതേപോലെ മസാല പൗഡർ സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടാറുള്ളത്. അപ്പോൾ ഇത് 2 എണ്ണത്തിനകത്ത് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ 3 പാക്കറ്റിൻ്റെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മേടിക്കുന്ന നൂഡിൽസിൽ ഏത് മസാലയാണോ അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത്, റെഡ് ചില്ലി സോസ്. അതേപോലെ 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിരസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ അത് അവിടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 തവി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒറ്റ തവി വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി അങ്ങോട്ട് കട്ട കുത്തി പോകും. അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ആ മസാലയൊക്കെ എത്തിയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. നമുക്ക് കുറച്ചധികം സമയം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ അതെല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 1-2 മിനിറ്റ് ഒന്ന് ചൂടായി എടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഉലർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിച്ചത് വേണമെങ്കിൽ അവസാനം ഇതേപോലെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിനകത്ത് ചേർക്കുന്നില്ല, കാരണം ഇതിനകത്തിപ്പോൾ ഉപ്പും എരിവും പുളിയും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ വെജിറ്റബിൾ നൂഡിൽസ്. അപ്പോൾ നൂഡിൽസ് നിങ്ങൾ നേരത്തെ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറികളൊക്കെ ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് എപ്പോഴൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, വല്ലപ്പോഴൊക്കെ ഇതേപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്